ഔട്ട് ഓഫ് ദ വേൾഡ് മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ. ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ പറയാം. കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു അൺകൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിഗ്നേച്ചറും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് എപ്പോഴും പടത്തിലുള്ളത്. പല സീനുകളിലും ചെറിയൊരു ബാഹുബലി പോലെയൊക്കെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഗിഫ്റ്റഡ് ആക്ടറാണ്, അമേസിംഗ് ആക്ടറാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാലും ഈ പടത്തിൽ ആളുടേതായ ഒരു ടച്ചും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി വന്നു. ഒരു മല്ലന്മാരുടെ കഥയൊക്കെയാണ് പറയുന്നത് സിനിമ. അത് എല്ലാം പൂർണ്ണമായിട്ടും ആ ഒരു ശരീരഭാഷയിലും അതുപോലെ തന്നെ നടനത്തിലും പുള്ളി അത് കൊണ്ടുവന്ന് ഒരു ഗുസ്തിക്കാരനെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പൂർണ്ണമായും ആവാഹിച്ച് പുള്ളി ഒരു പലകാര്യ പ്രവേശനം നടത്തിയിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രെയിംസും ഒക്കെ സിനിമാറ്റോഗ്രഫി ഒക്കെ ഭയങ്കര ഒരു വെറൈറ്റി സംഭവമാണ്. അതുപോലെ തന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ ഒരു ബാക്കി സ്പോയിലേഴ്സ് പറയുന്നില്ല. എന്നാലും സിനിമ വളരെയധികം എന്താ പറയുക, ഒരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കാരണം അതിൻ്റെ റിച്ച് ക്വാളിറ്റിക്കും ഫ്രെയിംസിനും ഒക്കെ വെച്ചിട്ട് സിനിമ ഒരു മസ്റ്റ് വാച്ചാണ്. ഒരുപാട് ഗൂസ് ബം മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. കാരണം പല മൊമെൻറ്റ്സ് നമുക്ക് വളരെയധികം എന്താ പറയുക സർപ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്. പ്രൊമോഷനിൽ ഒരുപാട് ഇത് വരുന്നുണ്ട്. പുതുമ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ജോണർ ശരിക്കും മലയാള ഫിലിമിൽ ഇല്ല. അങ്ങനത്തെ ഒരു ഇതാണ്. ആൾക്കാർക്ക് എത്രത്തോളം ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ശരിക്കും സിനിമ പ്രേമിയാണെങ്കിൽ ഇത് ശരിക്കും റെഫർ ചെയ്യേണ്ട സ്റ്റോറിയാണ്, റെഫർ ചെയ്യേണ്ട സിനിമയാണ്. ഈ ലിജോ ജോസ് സിനിമയിൽ ഒരു വലിയൊരു ബ്രാൻഡായി കൂടെ മോഹൻലാലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ലിജോ ജോസിന് സംവിധായകൻ മോഹൻലാലിനെ യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ? മോഹൻലാൽ ഇന്നവരെ കാണാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂം, അതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ്. പിന്നെ പടം തീർന്നില്ല. സെക്കൻഡ് പടം ലോഞ്ച് ചെയ്തിട്ടാണ് പടം കിടന്നത്. അപ്പോൾ ഇതിപ്പോൾ മാത്രം മുൻകാരൻ നടന്നാലാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ മോഹൻലാലോട് ഈക്വൽ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരുടെ പെർഫോമൻസ്. ഈക്വൽ ക്യാരക്ടേഴ്സ്, ഈക്വൽ റോളാണ് എല്ലാവർക്കും ഉള്ളത്. ഒരാളും മാറ്റി ആയാലും മോഹൻലാലായാലും ബാക്കി ഹരീഷ് പേരടി പിന്നെ കൂടെയുള്ള ഒരു മനോജ് കൊണ്ട് എല്ലാവരും ഒരേ ഈക്വൽ റോളാണ്. ഒരാളെ കറക്റ്റ് കൃത്യമായി പറയാൻ പറ്റില്ല. മോഹൻലാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ എന്തായിരിക്കും സിനിമയിൽ ഏറ്റവും വലിയത്? ഫോട്ടോഗ്രാഫി, ഓരോ ഫ്രെയിമുകൾ, ഓരോ ഫ്രെയിമും ഭയങ്കര രസമാണ്. അത് നമ്മളിപ്പോൾ എന്താ പറയുക, താള കൊമ്പിൻ്റെ ഇടയിലൊക്കെ മോഹൻലാലിൻ്റെ ഫേസ് കുറേ സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണണം. നോർമൽ ഒട്ടിക്കാണെങ്കിൽ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു പശ്ചാത്തല സംഗീതം മൊത്തത്തിൽ ഒരു സൈലൻറ്റ് മോഡിലും അതേപോലെ തന്നെ ഒരു ഭയങ്കര വിറപ്പിക്കുന്നൊരു പരിപാടി പോലെയാണ്. അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കണ്ടപ്പോൾ തോന്നി. സൈലൻറ്റ് മോഡിൽ കുറേ സീനുകൾ പോകുന്നുണ്ട്. പക്ഷേ എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് നമ്മൾ ഇതേവരെ സിനിമയിൽ കാണുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു ആക്ഷൻ സീനിൽ ഭയങ്കര നമുക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു കോമഡി ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട്. ആക്ച്വലി അത് ഭയങ്കര രസമാണ്.